ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാല് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അത് നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ പശുവിൻ പാലാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയിൽ തയ്യാറാക്കുന്ന പാൽ 1/2 ലിറ്ററിൽ എടുത്താലും മതിയാവും. അതുപോലെ തന്നെ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൽ ഇത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമായിട്ടിരിക്കും, അത്രയേ ഉള്ളൂ. പാലിൻ്റെ പാടയൊന്നും ഇങ്ങനെ മുകളിൽ കെട്ടാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ ഇങ്ങനെ തിളച്ച് ചൂടായിട്ട് വരണുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ, ചെറിയ കപ്പിൽ ഒരു 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. അപ്പോൾ അത് ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ക്യാരറ്റ്. ചെറിയ മീഡിയം സൈസ് ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടിയാണ്. നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ക്യാരറ്റ് കഴിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ല സൂപ്പറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് ഇടുമ്പോഴത്തേക്കും അത് കാണാനും ഒരു ഭംഗിയാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ക്യാരറ്റ് ചേർക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഈ പാലിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊരു യെല്ലോയിഷ് കളറിലേക്ക് മാറും. അതിൻ്റെ പേരിൽ ഇനി പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം നന്നായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത് തയ്യാറാക്കേണ്ടത് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കടായി ഒന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് കൂടിയാണ്. അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പൊടിച്ച് ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ ഈ ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അരിക്കാതെ തന്നെ ചേർക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അരിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളതും കൂടി ഒന്ന് അലിഞ്ഞിട്ട് കിട്ടും. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ചൈന ഗ്രാസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഈ വാനിലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പകരം ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ച് ചേർത്താലും മതിയാവും. ഇതിലേതെങ്കിലും ഒന്ന് തന്നെ മതിയാവും. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഒരുപാട് സമയമൊന്നും ഫ്ലെയിമിൽ ഇട്ടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഏത് ട്രേയിലേക്കാണോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റുന്നത് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ അലുമിനിയത്തിൻ്റെ ഈ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. പകരം നമ്മുടെ കയ്യിൽ ഗ്ലാസ് ബൗളിലുള്ള ട്രേ ഉണ്ടെങ്കിൽ അതിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിലെ തട്ടുണ്ടല്ലോ, ആ സ്റ്റീൽ തട്ടിൽ വെച്ചാലും മതിയാകും. എങ്ങനത്തെ ഡിസൈനിൽ നമുക്ക് കിട്ടണോ ആ ഒരു രീതിയിൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പം ഞാൻ ഇതുപോലെ ഒഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ. അപ്പോൾ ഒന്നുകിൽ അതിങ്ങനെ പൊട്ടിച്ച് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് മാറ്റിയാലും മതിയാവും. കാരണം ഇത് സെറ്റായിട്ട് വരുന്ന ടൈമിൽ ഇതിങ്ങനെ ചെറിയ ഹോൾസ് പോലെ കിടക്കും. അപ്പോൾ അത് കാണാൻ കുറച്ചിങ്ങനെ ഭംഗിയുണ്ടാവില്ല. അതിൻ്റെ പേരിലാണ് നമ്മളത് എടുത്ത് മാറ്റുന്നത്.
ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഈ ചൂടൊന്ന് മാറി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഈ മിൽക്ക് പുഡിങ് നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ മാറ്റിയിട്ടും സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഫ്രീസറിലേക്കല്ല, ഫ്രിഡ്ജിൽ സാധാരണ നമ്മളൊന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് റൂം ടെമ്പറേച്ചറിലൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുത്തതാണ്. നല്ല സൂപ്പറായിട്ട് നല്ല കുളുകുളാന്ന് ഇങ്ങനെ നല്ല പുഡിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ് ആണെന്ന്. ഇത് ഇളക്കിയെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. ഈ 4 സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ പുഡിങ് നല്ല കറക്റ്റായിട്ട് അതിലേക്കൊന്ന് വീണിട്ടിക്കോളും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്യാരറ്റൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നട്ട്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ആകണതിന് മുന്നേ വേണം നട്ട്സൊക്കെ ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ പിടിച്ചിട്ടിരിക്കില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഈ ചൂട് കാലത്ത് ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.